എടേ ഇത്തവണത്തെ തിരുവോണം നമ്മളെ നന്നായിട്ട് അങ്ങ് വിഷമിപ്പിച്ച്. രാവിലെ അത്യാവശ്യമായിട്ട് ഞാനും മുകേഷേട്ടനും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. തിരുവോണത്തിന്റെ അന്ന് രാവിലത്തെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ? സാധാരണ ഇവിടൊക്കെ ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് സമയം വെയിറ്റ് ചെയ്യണമെന്നറിയാവോ? അപ്പൊ അതെ ഞങ്ങള് സ്ഥലം എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നത്. ഞങ്ങളുടെ സ്വന്തം വൈദ്യശാലയാണിത്. ഇപ്പൊ രാവിലെ അകത്തോട്ട് ചെന്നപ്പോഴത്തേനും നല്ല അത്തപ്പൂക്കളം കാണാൻ പറ്റി കേട്ടോ. അപ്പോ ഈ ശിവക്കുട്ടൻ ഇതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വാങ്ങിച്ച പൂവെല്ലാം അവിടെ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുകേഷന്റെ അവസ്ഥ ഉണ്ടോ? രാത്രിയിൽ തീരെ ഉറങ്ങിയിട്ടില്ല. നല്ല പനിയും ശ്വാസം മുട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് ഡോക്ടറെ കണ്ട് നെബുലൈസേഷനും എടുത്ത് അത്യാവശ്യം മെഡിസിനും ഒക്കെ വാങ്ങി ഇഞ്ചക്ഷനും ഒക്കെ എടുത്തിട്ടാണ് മടങ്ങിയത് കേട്ടോ. അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ സദ്യക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ്. അത്യാവശ്യം കുറച്ച് കറികളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിലേ ആരുടെ മൂടൊന്നും അത്ര ശരിയല്ലടേ. എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. അപ്പോഴാണ് വേണ്ട പാപ്പനും കുഞ്ഞമ്മയും പിള്ളേർ സെറ്റും എല്ലാം കൂടെ വന്നത് കേട്ടോ. അപ്പോഴത്തേനും ആകെ മൂഡ് ഓൺ ആയിട്ടുണ്ട്. നല്ല വൈബായിരുന്നു കേട്ടോ ഇവർ വന്നപ്പോഴത്തേനും. സാധാരണ കുഞ്ഞമ്മയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് വീട്ടില് പായസമൊക്കെ റെഡിയാകുന്നതാ. പക്ഷെ ഇത്തവണ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ എല്ലാരും ഒന്ന് സെറ്റായി. പിന്നെ പടപടാ കാര്യങ്ങളൊക്കെ നടന്ന് കറികളും മോരും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ അടപ്രഥമം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് അടപ്രഥമം ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ലിങ്ക് ചെയ്തിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഉള്ള കറികളൊക്കെ വെച്ച് ഞങ്ങള് സദ്യ വിളമ്പി. ശിവക്കുട്ടന്റെ മുണ്ടും പുതിയ ഷർട്ടും ഒക്കെ അടിച്ച് പൊളിച്ചിട്ടോണ്ട് വന്നിട്ടുണ്ട്. അവനിതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോ നോക്കുവാണ് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടുന്നത്, ഇത് ഏത് ആദ്യം എടുക്കണമെന്നൊക്കെ ആലോചിക്കുകയാണ്. മുണ്ടൊക്കെ ഉടുത്തപ്പോഴത്തേനും ഒരു വലിയ ആളുടെ ഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം ചോറ് അകത്ത് പോയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട് സദ്യ എന്നൊക്കെയാണ് ശിവ പറയുന്നത്. അങ്ങനെ ഒരുവിധം എല്ലാരും സദ്യയൊക്കെ കഴിച്ച്. സാധാരണ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ മുകേഷേട്ടന് വയ്യാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് വേണ്ട ശിവയുടെ പ്രിയപ്പെട്ട അനുമാമൻ വന്നത്. അനുമാമൻ വന്നപ്പോഴത്തേന് ശിവ ആകെ ഹാപ്പിയായി അനുമാമൻ്റെ തോളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴേക്കും അച്ചായി ഉത്രാടത്തിന് വാങ്ങിച്ച കത്തിക്കാതെ വെച്ചിരുന്ന കുറേ പടക്കങ്ങളും പൂത്തിരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കത്തിച്ചത് കേട്ടോ. അവ ഇത് കണ്ടപ്പോഴത്തേനും സുന്ദരിയും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. തുടക്കം കുറച്ച് ശോകമായിരുന്നെങ്കിലും തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുകേഷേട്ടൻ്റെ പനിയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ കടവൂർ വരെ എൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്നായി ഞങ്ങൾ. അപ്പോൾ പോകുന്ന വഴിയിലെ കടകളുടെയൊക്കെ കാഴ്ചയൊന്ന് നോക്കിയടേ. പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. പക്ഷേ പെട്രോൾ പമ്പിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ പെട്രോളും ഒക്കെ അടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയപ്പോഴത്തേന് വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ അമ്മച്ചി കാത്തു നിൽപ്പുണ്ടായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശിവക്കുട്ട ഒരു ചിക്കൻ കാലും കൊണ്ടിരിക്കാൻ തുടങ്ങിയതാ. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരികെ വീട്ടിലേക്ക് പോരുന്നു കേട്ടോ. മുകേഷേട്ടന് തീരെ വയ്യാത്തതുകൊണ്ടായിരുന്നു സ്റ്റേ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ തിരുവോണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്